ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പം നമുക്ക് കുറച്ച് പാവയ്ക്ക വിളഞ്ഞ് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കതിൻ്റെ ഒന്ന് വിളവെടുപ്പ് കണ്ടാലോ. അപ്പം നമ്മൾ പാവയ്ക്ക ഒരുവിധം ചെറുതായിട്ട് വരുമ്പോഴേ ഇത് കണക്ക് കവറ് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം റൊട്ടിയുടെ കവറാണ്. അപ്പോൾ അതുകൊണ്ട് ഇത്രയുമായിട്ടുണ്ട് നമ്മുടെ പാവയ്ക്ക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വിളവ് നോക്കി പറിക്കാമെന്ന് വിചാരിച്ചല്ല, പിന്നെ അങ്ങ് മൂത്ത് പോത്തില്ലേ. അപ്പം നമ്മൾ എന്ത് കൃഷിയാണെങ്കിലും നമുക്ക് എല്ലാം ഒരേ പാകത്തിനല്ലല്ലോ ആയി വരുന്നത്. അപ്പം മൂത്തത് പറിച്ച് നമുക്ക് നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കാമെന്ന് വിചാരിച്ച് കേട്ടോ. അപ്പം മൂത്തതൊക്കെ നോക്കി ഇങ്ങനെ പറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറമ്പിലിപ്പം ചീരയുണ്ട്, പാവലുണ്ട്, വെണ്ടയുണ്ട്, വഴുതനയുണ്ട്, പിന്നെ പച്ചമുളകുണ്ട്. നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് പ്രധാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടല്ലോ, ഈ സാധനമെല്ലാം ഇപ്പം നമ്മൾ പറിച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഇതിനു മുന്നിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ വർഷത്തെ ഉണക്ക് അറിയാമല്ലോ, ഭയങ്കര ചൂടല്ലായിരുന്നു. ആ സമയത്തൊക്കെ വെള്ളം കോരി ഈ വിധമാക്കി എടുത്തതാണ് കേട്ടോ ഈ കൃഷിയൊക്കെ. പിന്നെ മത്തങ്ങയുണ്ട്. അപ്പം നമ്മുടെ ഓരോരോ ഇതിൻ്റെ വിളവെടുപ്പുമായിട്ട് വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ഒരു 3-4 ഇത് നമുക്ക് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. പിന്നെ വെണ്ടയ്ക്കൊക്കെ 2-3 എണ്ണമൊക്കെ മൂത്ത് വരുന്നതൊക്കെ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങെടുക്കും കേട്ടോ, പറിച്ചെടുക്കും. പിന്നെ മുളകായിട്ടുണ്ടായിരുന്നു. അതേണ്ട നമുക്ക് ഇത്രയും വേണ്ട പാവയ്ക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു മെഴുക്കുവരട്ടിക്കുള്ള പാവയ്ക്ക ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ചെറിയ ഒരു വിളവെടുപ്പാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.